നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. അവർ നിങ്ങളോട് വളരെ കരുതൽ ഉള്ളവരായിരിക്കും. നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ മറ്റൊരുവനോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തി നിങ്ങളുടെ മുഖമൊന്ന് വാടിയാൽ പോലും അതേക്കുറിച്ച് കൃത്യമായി ചോദിച്ചിരിക്കും. എപ്പോഴും ഇണങ്ങി നിൽക്കുന്ന ഹൃദയങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. കാരണം അവരുടെ ബന്ധം വളരെ വിലപ്പെട്ടതാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരികെ കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ ഒരാളെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമ്മുടെ മാനസികാവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കും. അവൻ സന്തോഷവാനാണെങ്കിൽ നമുക്കും സന്തോഷമാണ്, അവന് ദുഃഖമാണെങ്കിൽ നമുക്കും ദുഃഖമാണ്. നമ്മൾ തോറ്റുപോകുന്നത് സ്നേഹത്തിന് മുന്നിലാണ്. സ്നേഹം സത്യമാണോ കള്ളമായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും നമുക്കെല്ലാം നഷ്ടമായേക്കും. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അധികാരമോ അവകാശമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാൻ അതാണ് ഉത്തമം. ചിലരുടെ മൗനം നമ്മെ വേദനിപ്പിച്ചേക്കാം. അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. നമ്മുടെ ചില മോശ സ്വഭാവമായിരിക്കും അവരുടെ മൗനത്തിന് പിന്നിൽ. എത്ര ആത്മാർത്ഥമായ ബന്ധമായാൽ പോലും അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ തർക്കിക്കാൻ നിൽക്കാതെ മൗനമായി പിന്തിരിഞ്ഞു നടക്കുക. നല്ല ബന്ധങ്ങൾ എപ്പോഴും ഘടികാരത്തിൻ്റെ സൂചി പോലെയാണ്. അവർ വല്ലപ്പോഴുമേ കണ്ടുമുട്ടുകയുള്ളൂ, എന്നാലും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. ഒരു സ്വാർത്ഥ വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. ശരീരത്തിനോടും സൗന്ദര്യത്തോടുമുള്ള പ്രണയം ഒരു കാലത്ത് അവസാനിക്കും. എന്നാൽ മനസ്സിനോടുള്ള പ്രണയം മരിച്ചാലും മായുകയില്ല. നിങ്ങൾ വളരെ ആഴത്തിൽ ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ശക്തിയുടെ ഒരു ഭാഗമായി മാറും. യഥാർത്ഥ സ്നേഹം കണ്ടെത്തുന്നത് ഒരു അനുഗ്രഹമാണ്. അതുള്ളവനാണ് ഏറ്റവും വലിയ ധനികൻ. നിങ്ങൾ ഒരേ സമയം രണ്ടുപേരെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുക. കാരണം ആദ്യത്തേതിൽ നിങ്ങൾ ശരിക്കും സ്നേഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രണയം ഉണ്ടാകില്ലായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാനായിരിക്കുക. ആരുടെ മുന്നിലും തലകുനിക്കാതെ മുന്നോട്ട് പോവുക. ഇതാണ് ജീവിതം. ഈ നിമിഷം മാത്രമാണ് യാഥാർത്ഥ്യം. താങ്ക് യു ഫോർ വാച്ചിങ്.